വൈശാഖ പുണ്യമാസത്തിലെ വെളുത്തവാവ് അഥവാ പൗർണമിയും വിശാഖം നക്ഷത്രവും ഒത്തുചേരുന്ന ദിവസമാണ് വൈശാഖ പൗർണമി. എല്ലാ പൗർണമിക്കും വ്രതമെടുത്ത് ദേവിയെ പ്രസാദിപ്പിക്കുന്നത് ഉത്തമമാണെങ്കിലും വൈശാഖ മാസത്തിൽ വ്രതമെടുക്കുന്നത് കൂടുതൽ ശ്രേഷ്ഠകരമാണ്. വൈശാഖ പൂർണിമ അനുഷ്ഠിക്കുന്നവർക്ക് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെയും ദേവിയുടെയും അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കുന്നു. പൗർണമിയിലെ ഭഗവതി പൂജ ഐശ്വര്യപൂജ എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ മാസത്തിലെയും പൗർണമി ദിവസം വീട്ടിൽ വിളക്ക് തെളിയിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നത് ദേവീ കടാക്ഷത്തിനും ഐശ്വര്യവർദ്ധനവിനും ദാരിദ്ര്യദുഃഖനാശത്തിനും കാരണമാകുന്നു. ഓരോ മാസത്തിലെ പൗർണമി വ്രതത്തിന് ഓരോ ഫലങ്ങളാണുള്ളത്. ഇതനുസരിച്ച് മേടമാസത്തിലെ വ്രതം ധനധാന്യവർദ്ധനയ്ക്ക് കാരണമാകുന്ന ഒന്നാണ്. ഈ വർഷം വൈശാഖ പൗർണമി വരുന്നത് 2025 മെയ് 12 തിങ്കളാഴ്ചയാണ്. ചന്ദ്രദശാകാലം മെച്ചമാകാനും ജാതകത്തിലെ ചന്ദ്രൻ്റെ ദോഷത്തിനും പരിഹാരമാണ് പൗർണമി വ്രതം. പൗർണമി ഹിന്ദുക്കളുടെ വളരെ പവിത്രമായ ഒരു ദിനമാണ്. സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനായി പൂർണ്ണത നേടിയ ദിവസമാണിതെന്ന വിശ്വാസവും നിലനിൽക്കുന്നു. അതിനാൽ ഈ ദിവസത്തെ ബുദ്ധപൂർണിമ എന്നും വിളിക്കുന്നു. മിക്ക പൗർണമിയും പല പേരുകളിൽ ആഘോഷിക്കുന്നു. എല്ലാ പൗർണമിയും സത്യനാരായണ ഉപവാസമാണ്. കൂടാതെ പരാശക്തിയുടെ ആരാധനയ്ക്ക് വിശേഷ ദിവസമാണ് പൗർണമി. പൗർണമിയിൽ ദേവീപൂജ ചെയ്യുന്നതിലൂടെ ഐശ്വര്യമുണ്ടാകുകയും ദുരിതങ്ങൾ മാറുകയും ചെയ്യുന്നു. പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നവർ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉറക്കമുണരുക. പ്രാണന് ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുവാൻ അനുയോജ്യമായ സമയമാണിത്. കോശങ്ങളെ ഉത്തേജിപ്പിച്ച് പുതിയ ഊർജം പകരാൻ ഇതിന് സാധിക്കുന്നു. പ്രഭാത സ്നാനത്തിന് ശേഷം പുതുവസ്ത്രം ധരിച്ച് വിളക്ക് കൊളുത്തി ഗായത്രി മന്ത്രം, ദേവീസ്തുതികൾ എന്നിവ ജപിക്കുക. പുതുവസ്ത്രം എന്നാൽ അലക്കിയ വൃത്തിയുള്ള വസ്ത്രം എന്നാണ് അർത്ഥമാക്കുന്നത്. അലക്കാത്തതോ ചെളി പുരണ്ടതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത്. വാക്കുകളെയും ചിന്തയെയും നിയന്ത്രിച്ച് ദേവീസ്തുതികളോ വൈഷ്ണവസ്തുതികളോ മന്ത്രങ്ങളോ ജപിക്കുക. വീട്ടിൽ നെയ്വിളക്കുകൾ തെളിയിക്കുന്നത് ഉത്തമമാണ്. പൂർണ്ണ ഉപവാസം എടുക്കുവാൻ സാധിക്കുന്നത് അത്യുത്തമമാണ്. അതിന് സാധിക്കാത്തവർക്ക് ഒരിക്കൽ അനുഷ്ഠിച്ചാലും മതിയാകും. പിന്നീട് ക്ഷേത്ര ദർശനം നടത്തുക. ദേവീക്ഷേത്രങ്ങളിലും വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ദർശനം നടത്താവുന്നതാണ്. കഴിയുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ നടത്തുന്നത് ശ്രേഷ്ഠകരമാണ്. സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി ദേവീനാമങ്ങളും വൈഷ്ണവനാമങ്ങളും ഭക്തിയോടെ ജപിക്കുക. പൂർണ്ണചന്ദ്രനെ വീക്ഷിച്ചതിന് ശേഷം ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ്. അക്ഷയ തൃതീയ, ശുക്ലപക്ഷ ദ്വാദശി, പൗർണമി എന്നീ 3 ദിനങ്ങളിൽ വ്രതമനുഷ്ഠിച്ചാൽ വൈശാഖം മുഴുവൻ വ്രതം അനുഷ്ഠിച്ചതിന് തുല്യമാണ്. അതിൽ നിന്നും വൈശാഖ പൗർണമിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദാനധർമ്മങ്ങൾക്കും സൽസ്വഭാവങ്ങൾക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ് വൈശാഖ പൂർണിമ. ഭക്തിയോടെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് അവർ ചോദിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പുള്ള ദിവസമാണ് വൈശാഖ പൂർണിമ. വൈശാഖ പൂർണിമ ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നത് എല്ലാ ദുഷ്കർമ്മങ്ങളിൽ നിന്നും ശുദ്ധീകരണം നേടാനും അവരുടെ മൊത്തത്തിലുള്ള പരിസ്ഥിതിയെ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ സമാധാനവും ഐക്യവും നിലനിർത്തുന്നതിനും ഇത് കാരണമാകുന്നു. വൈശാഖ പൂർണിമയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ പ്രിയ സുഹൃത്തായ സുദാമാവിനോട് സത്യവിനായക പൂർണിമ അല്ലെങ്കിൽ വൈശാഖ പൂർണിമ വ്രതം ആചരിക്കുവാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഈ ദിവസത്തെ നിയമങ്ങൾ, അതായത് വ്രതമനുഷ്ഠിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ സുഹൃത്തിന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ പ്രിയ സുഹൃത്തിനെ വൈശാഖ പൂർണിമ വ്രതം എടുക്കുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രോത്സാഹിപ്പിച്ചു. ദേവന്മാരുടെ അനുഗ്രഹം നേടുവാനും ദാരിദ്ര്യത്തിൽ നിന്നും നിർഭാഗ്യങ്ങളിൽ നിന്നും മുക്തി നേടുവാനും ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം സുദാമാവിനോട് പറഞ്ഞു. വൈശാഖ പൂർണിമയ്ക്ക് നിഷ്ഠയോടെ വ്രതം അനുഷ്ഠിച്ചാൽ അത് വൈശാഖ മാസം മുഴുവൻ വ്രതമെടുത്തതിന് തുല്യമാണ്. വൈശാഖ മാസത്തിൽ ചെയ്യുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കും ജപങ്ങൾക്കുമെല്ലാം 4 ഇരട്ടി ഫലം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വൈശാഖ പൂർണിമ നിഷ്ഠയോടെ ആചരിക്കുവാൻ ശ്രമിക്കുക. ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം വൈശാഖ പുണ്യമാസത്തിൽ എല്ലാവരിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.